എല്ലാവർക്കും ഓക്കെ ആണോ? ഇൻസ്റ്റലേഷൻ ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തോ? ഇൻസ്റ്റലേഷനിൽ എറർ വന്നിരിക്കുന്ന ആരാണ്? കംപ്ലീറ്റ് ആയായിരുന്നു. ആദർശ്, ഷഹന, ടി പി ദേവപ്രയാഗ് റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ദേവപ്രയാഗ് എന്താണ് പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാതിരുന്നത്? ഓക്കെ, ഷെയർ ചെയ്യണം. ഇവരെല്ലാം പ്രസന്റേഷൻ കഴിഞ്ഞു. ദേവപ്രയാഗ് പ്രസന്റ് ചെയ്യണം. പിന്നെ അതുപോലെ ഹസ്നയും കൂടി പ്രസന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഷഹന എറർ മാറിയോ? ഷഹനാന്റെ സ്റ്റാറ്റസ് എന്താണ് MySQL ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം? ആദർശ്, 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 അതെ അതെ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ കമാൻഡ് പ്രോംപ്റ്റിലേക്ക് ചെല്ലുക. കമാൻഡ് പ്രോംപ്റ്റിൽ ചെന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് MySQL പ്രോപ്പർ ആയിട്ടാണോ ഇൻസ്റ്റാൾ ആയെന്ന് അറിയാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന കമാൻഡ് MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ. എല്ലാരും കൊടുക്കുക. എന്നിട്ട് MySQLന്റെ വെർഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നാണ്. ഇനി അത് കാണിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, ആദർശ് ആൻഡ് ടി പി ദേവപ്രയാഗ് നിങ്ങൾ കൂടി പറയുക. ഓക്കെ, പിന്നെ ആരാണ്? രണ്ടുപേരുടെയും കാണിക്കുന്നുണ്ടോ? അതെ അതെ അതെ. ഓക്കെ, അപ്പൊ ഷഹന ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ദേവപ്രയാഗം കൂടി ചെയ്യുക. ഞാൻ പറയുന്ന സ്റ്റെപ്പ് ഒരാൾ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, നേരെ ഫയൽ എടുക്കുക. ഫയൽ എടുത്ത് ഫയൽ എടുത്തിട്ട് സി ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. സി ഡ്രൈവ്. ദിസ് പി സി ആണോ അവിടെ? ദിസ് പി സി ഓപ്പൺ ചെയ്യുക. ദിസ് പി സിയിൽ നിന്നും സി ഡ്രൈവ് എടുക്കാം. സി ഡ്രൈവ് കൊടുക്കുക. ഇവിടെ പ്രോഗ്രാം ഫയൽസ് കാണും. പ്രോഗ്രാം ഫയൽസ് ചൂസ് ചെയ്യാം. അതല്ല, ആ പ്രോഗ്രാം ഫയൽ അല്ല, ചുമ്മാ പ്രോഗ്രാം ഫയൽസ് കാണും. അതിന് തൊട്ട് മേളിലുണ്ടായിരുന്നു പ്രോഗ്രാം ഫയൽസ്. പ്രോഗ്രാം ഫയൽസിന്റെ അകത്തുനിന്ന് MySQL ചൂസ് ചെയ്യാം. MySQL. MySQL എടുക്കുക. ഇവിടെ MySQL സെർവർ കാണും. സെർവർ ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ബിന്ന് കാണും. ബിന്ന് ഓപ്പൺ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മേളിലത്തെ പാത്ത് ഉണ്ടല്ലോ, അത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. മേളിൽ പാത്ത് ഉണ്ട്, പാത്ത് ബിന്ന്, മേളിലത്തെ ബിന്നിന്റെ അവിടെ ക്ലിക്ക് ചെയ്തേ. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത്രയും പാത്ത് ഇവിടുന്ന് കോപ്പി ചെയ്തേ. ഇത്രയും പാത്ത് ഇവിടുന്ന് കിട്ടും. അതായത് സി ഫയല്, പ്രോഗ്രാം ഫയല്, അവിടുന്ന് MySQL സെർവർ, പിന്നെ ഇത്രയും കാര്യങ്ങൾ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു കോഡ്
അല്ലെങ്കിൽ ഈ ഒരു പാത്ത് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തിട്ട് കമാൻഡ് പ്രോംപ്റ്റിലേക്ക് വരിക. കമാൻഡ് പ്രോംപ്റ്റിൽ വരിക, എന്നിട്ട് സി ഡി കൊടുത്തേ, സി ഡി സ്പേസ് ആ കോപ്പി ചെയ്ത കമാൻഡ് കൊടുക്കുക. കൺട്രോൾ വി എൻ്റർ ചെയ്തേ. അപ്പൊ ആ പാത്തിലേക്ക് കയറി. ഇനി ഒന്ന് കൊടുത്തു നോക്കിയേ, MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ. അപ്പൊ ആരും ക്ലിക്ക് ചെയ്താൽ മതി. MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ. ഓക്കെ, വെർഷൻ കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ MySQLന്റെ വെർഷൻ കാണിച്ചു. കണ്ട, വെർഷൻസ് 8.0.44. ഓക്കെ, അപ്പോൾ ഈ പാത്ത് നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. നോട്ട് പാഡിലോ അങ്ങനെ എവിടെയെങ്കിലും ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. എല്ലാ ദിവസവും ക്ലാസ്സിന് കയറുന്നതിന് മുമ്പായിട്ട് CD കൊടുത്ത് ഈ ഒരു പാത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് MySQLിലേക്ക് കയറാം. ഒന്ന് എവിടെയെങ്കിലും ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. കിട്ടാത്തവർ, കിട്ടിയവർ കുഴപ്പമില്ല. MySQL ഇവിടെ തന്നെ കാണിച്ചവർ കുഴപ്പമില്ല. കിട്ടാത്തവർ ഈ ഒരു പാത്ത് കോപ്പി ചെയ്ത് നോട്ട് പാഡിൽ പേസ്റ്റ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മളിത് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് നമ്മൾ MySQL സെർവർ ഓപ്പൺ ചെയ്യണം. സെർവർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് കമാൻഡ് ആണ് MySQL. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. സ്റ്റോപ്പ് ചെയ്തോളൂ. ദെൻ ആദർശ് ചന്ദ്രൻ ഓക്കെ അല്ലായിരുന്നോ? TP ദേവപ്രയ, ആദർശിന് കാണിച്ചായിരുന്നു, വെർഷൻ കാണിച്ചായിരുന്നു. വെർഷൻ കാണിച്ചെങ്കിൽ പാത്ത് എടുക്കണ്ട കേട്ടോ. വെർഷൻ കാണിക്കാത്തവരാണ് ഈ ഒരു പാത്ത് എടുക്കേണ്ടത്. ഓക്കെ, ദേവപ്രയാഗ് എന്തായി? ദിസ് PC അല്ല, ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ചെയ്തില്ലായിരുന്നോ? ഷഹന, ഷഹന ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്താ ചെയ്യണ്ടേന്ന്. വേണ്ട വേണ്ട, TP ദേവപ്രയാഗ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, ഫയൽ ഓപ്പൺ ചെയ്യുക. ഇവിടെ വന്നിട്ട് ദിസ് PC എടുക്കുക, അല്ലെങ്കിൽ C ഡ്രൈവ് എടുത്താലും മതി. ആ വിൻഡോസ് C ഡിവൈസ് ആൻഡ് ഡ്രൈവേഴ്സ് എന്ന് പറയുന്ന അവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്, അതിന്റെ താഴെ. അതെ, വിൻഡോസ് C എന്ന് പറഞ്ഞ അത് തന്നെ. അതെ, അതല്ലേ ഇപ്പൊ എടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടുന്ന് പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യുക. പ്രോഗ്രാം ഫയൽസ് എടുക്കുക. ഇവിടുന്ന് MySQL എടുത്തേ, MySQL. സെർവർ ഓപ്പൺ ചെയ്യുക. ഓക്കെ, ബിൻ എടുക്കുക. എന്നിട്ട് ആ പാത്ത് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യുക. ഹസ്ന എന്താണ് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തേ? ഹസ്ന, ഓക്കെ, ഹസ്ന പ്രൊജക്ട് ഷെയർ ചെയ്തില്ലല്ലോ, പ്രസന്റ് ചെയ്തില്ലല്ലോ. അപ്പൊ ഇന്ന് തന്നെ ഹസ്നയും ദേവപ്രയാഗും ഷെയർ ചെയ്യുക. ഓക്കെ, ദേവപ്രയാഗ് ഓക്കെ ആണോ ഇന്ന്? ഓക്കെ, നിങ്ങളൊരു 8:30 ആകുമ്പോ ഷെയർ ചെയ്യാം. ഓക്കെ, ആ CD സ്പേസ് ആ പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. CD സ്പേസ് പാത്ത് പേസ്റ്റ് ചെയ്യുക. CD കൊടുക്കണം. CD എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് MySQLന്റെ വെർഷൻ ഒന്ന് ചെക്ക് ചെയ്യുക. MySQL സ്പേസ് മൈനസ് മൈനസ്. അപ്പൊ ആരോയില് ക്ലിക്ക് ചെയ്താൽ മതി. ഇനിയിപ്പോ ടൈപ്പ് ചെയ്തോളൂ. വെർഷൻ എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും പാത്ത് ഇവിടെ കാണിച്ചു. ഓക്കെ,
അപ്പൊ ഈ ഒരു പാത്ത് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. നമുക്ക് നിങ്ങൾക്ക് സർവർ ഇങ്ങനെ വേണം ഓപ്പൺ ചെയ്യാനായിട്ട്. അതായത് CD കൊടുക്കുക, എന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കുമാണ് നിങ്ങളുടെ സെർവർ വരുന്നത്. സോ ഈ പാത്ത് എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെക്കുക. ഓക്കെ. ഹസ്ന കംപ്ലീറ്റ് ചെയ്തായിരുന്നോ MySQL ഇൻസ്റ്റാളേഷൻ? ഹസ്ന, ഹസ്ന ഓഡിബിൾ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേവപ്രയാഗ് ഒന്ന് സ്ക്രീൻ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ സെർവർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സിസ്റ്റത്തിലും MySQL സക്സസ് ആയിട്ട് ഇൻസ്റ്റാൾ ആയി. അതിന്റെ വെർഷനും എല്ലാവർക്കും കാണിച്ചു. ഇനി നമുക്ക് സെർവർ ഓപ്പൺ ചെയ്ത് നമ്മുടെ കമാൻഡ്സ് അല്ലെങ്കിൽ ക്വയറീസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിലാണ് ചെയ്യുന്നത്. കമാൻഡ് പ്രോംപ്റ്റിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് ടേബിൾസ് കാണാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അപ്പൊ തന്നെ നമുക്ക് വ്യൂ ചെയ്യാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ സെർവർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഞാൻ ഈ പറയുന്ന കമാൻഡ്സ് ക്വയറീസ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഒരു ബുക്കും പെന്നും എടുത്തിട്ട് വരിക. ഏത് കമാൻഡ്സ് കൊടുത്താലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മള് HTML പോലെ ആ കോഡ് കോപ്പി ചെയ്ത് നോക്കി എഴുതാൻ നമുക്ക് പറ്റില്ല. ഇത് നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനും പറ്റില്ല. അതുപോലെ സോറി, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റും. സേവ് ചെയ്ത് ഇവിടെ കിടക്കില്ല. നമ്മൾ എത്ര കമാൻഡ്സ് കൊടുത്താലും നമ്മൾ ഇവിടെ കമാൻഡ് പ്രോംപ്റ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് അത് പോകും, എത്ര ക്വറീസ് കൊടുത്താലും. സോ ഈ ഓരോ ക്വറീസും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, വെർഷൻ എല്ലാവരുടെയും ചെക്ക് ചെയ്തു. ദെൻ സെർവർ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അതിന്റെ ക്വറിയാണ് MySQL സ്പേസ് മൈനസ് മൈനസ് വെർഷൻ കൊടുത്തു കഴിഞ്ഞ് MySQL സ്പേസ് -u റൂട്ട് -p കൊടുക്കുക. അതായത് യൂസറും പാസ്വേഡും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പാസ്വേഡ് ആണോ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കൊടുത്തിരുന്നത് ആ പാസ്വേഡ് എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കുക. നിങ്ങളോട് ഞാൻ പറഞ്ഞു ആ പാസ്വേഡ് നിങ്ങൾ മറക്കരുതെന്ന്. ആ പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ സെർവറിലേക്ക് വരാൻ പറ്റൂ. സോ ഇപ്പൊ നിങ്ങൾക്ക് കാണാം MySQL സെർവറിൽ ഞാനിവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് എല്ലാം MySQL ആയിരിക്കും. ഓക്കെ. ഇപ്പൊ എല്ലാരും കൊടുത്തേ. ഈ ഒരു കമാൻഡ് കൊടുത്ത് MySQL സെർവറിലേക്ക് കയറി. എന്താണ് പ്രശ്നം? അതാണ് ഹസ്നോട് പറഞ്ഞത്. കറക്റ്റ് ഇൻസ്റ്റാൾ ആയി, കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അത് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ ടൈമാണ് പോണത്. ഓക്കെ. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത തൊട്ട് മുമ്പുള്ള സ്റ്റെപ്പ് MySQL വെർഷൻ ചെക്ക് ചെയ്യുക എന്നതാണ്. MySQL വെർഷൻ ഇല്ലെങ്കിൽ നമ്മളൊരു പാത്ത് കോപ്പി ചെയ്ത് അവിടെ കൊടുക്കും. ആ പാത്ത് എന്താണ് ഷഹന ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓക്കെ. ഹസ്ന ചെയ്യണേ. ഫയൽ എടുക്കുക, ഫയൽ
ഡ്രൈവ് ചൂസ് ചെയ്യാം. പി സിയിൽ കാണും സി ഡ്രൈവ്, അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അവിടുന്ന് പ്രോഗ്രാം ഫയൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. പ്രോഗ്രാം ഫയൽസ് എടുക്കുക. അവിടുന്ന് MySQL കാണും. MySQL ഓപ്പൺ ചെയ്യാം. MySQL കൊടുത്തു കഴിയുമ്പോൾ തന്നെ സെർവർ കാണും. ലേറ്റസ്റ്റ് സെർവർ. സെർവർ കൊടുക്കുക. അത് കഴിയുമ്പോൾ പിൻ കാണും. പിൻ ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇത്രയും കൊടുക്കുമ്പോൾ തന്നെ ടോപ്പിൽ ഒരു ലിങ്ക് കാണും. ലിങ്ക് അല്ല, ഇത്രയും പാത്ത് കാണും. ആ പാത്ത് ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്യാം. എവിടം വരെ ചെയ്തു ഹസ്ന? ഓക്കെ. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് എടുത്തോ, ഫയൽ എടുത്തോ? കറക്റ്റ് ഇതുപോലെ തന്നെ കൊടുക്കുക. MySQL സ്പേസ് -u റൂട്ട് -p എന്ന് തന്നെ കൊടുക്കണം. ഇല്ലെങ്കിൽ എറർ വരും. എനിക്കൊരു ഫോട്ടോ എടുത്തിട്ട്. MySQL കൊടുത്തിട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ MySQL സ്പേസ് -u റൂട്ട് -p എന്നാണ്. ഇവിടെ ഞാൻ കാണിച്ചു തരാം. ദേ ഇതാണ് നമ്മൾ കോഡ്. ഇത്രയും കൊടുക്കുക. ഓക്കെ. ഹസ്ന എവിടെ വരെ? ഓക്കെ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹസ്ന ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, പറഞ്ഞുതരാം.
MySQL വെർഷൻ കാണിക്കുന്നുണ്ടോ? ഇനി ഈ കമാൻഡ് കൊടുക്കുക. ഓക്കെ. അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഞാൻ പറയാം. നമ്മളിപ്പോ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ഡേറ്റാബേസിലേക്ക് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ടേബിൾ ഇൻസേർട്ട് ചെയ്യുന്നു. അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ ടേബിളിൽ നമുക്ക് വേണ്ട ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആവശ്യമുള്ള ടൈം നമ്മൾ അത് വ്യൂ ചെയ്യുന്നു. ആവശ്യമില്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഒരു മെഡിക്കൽ സ്റ്റോർ ആണെന്ന് വിചാരിക്കുക. അവിടുത്തെ മെഡിസിന്റെ ലിസ്റ്റ് നമ്മളൊരു ഡേറ്റാബേസിൽ ടേബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യും. അപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമർ വന്ന് ഒരു മെഡിസിൻ ചോദിക്കുവാണെങ്കിൽ നമ്മൾ മെഡിസിൻ സെർച്ച് ചെയ്യുവാണ്. നമുക്ക് ഡേറ്റാബേസിൽ കൂടി നമുക്ക് അത് സെർച്ച് ചെയ്യാൻ പറ്റും. ഓരോന്നും പോകുന്ന അനുസരിച്ച് നമുക്ക് അതിന്റെ എണ്ണം റിട്ടേൺ ചെയ്തെടുക്കാം. എണ്ണവും നമുക്ക് അതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ ഏത് മെഡിസിൻ ആണ് ഏറ്റവും വലിയ റേറ്റ് എന്നും ഏറ്റവും ചെറിയ റേറ്റ് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്കൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന കമാൻഡ് ക്രിയേറ്റ് ഡേറ്റാബേസ് നെയിമാണ്. അപ്പൊ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ സിസ്റ്റത്തിൽ എന്തൊക്കെ ഡേറ്റാബേസ് ഉണ്ട് നമുക്ക് കാണണം. സോ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഷോ ഡേറ്റ ബേസസ് കൊടുക്കുക, ഒരു സെമിക്കോളൻ കൊടുക്കുക. ഇതാണ് നമ്മുടെ സിസ്റ്റത്തിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഈ MySQL ഡേറ്റാബേസ് കണ്ടുപിടിക്കാനുള്ള കമാൻഡ്സ് അല്ലെങ്കിൽ ക്വറി എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിന് സെപ്പറേറ്റ് നോട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ല. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എത്ര ഡേറ്റാബേസ് ഇവിടെ ഉണ്ടോ അത്രയും ഡേറ്റാബേസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഞാൻ ചെയ്ത ഡേറ്റാബേസ് ആണ് ഇത്രയും, അതുകൊണ്ടാണ് ഇത്രയും പേസ് എനിക്ക് കാണിച്ചത്. പക്ഷെ നിങ്ങൾക്ക് ഇത്രയൊന്നും കാണില്ല. സിസ് എന്ന് പറഞ്ഞൊരു ഡേറ്റാബേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണും. ഓക്കെ. അപ്പൊ ഡേറ്റാബേസ് ഷോ ചെയ്യാനുള്ള കമാൻഡാണ് ഷോ ഡേറ്റാബേസസ്. ഇനി ഈ ഒരു ഡേറ്റാബേസ് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഓൾറെഡി ഉള്ള പേര് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. പുതിയ ഒരു ഡേറ്റാബേസ് വേണം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. അതുകൊണ്ടാണ് നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഡേറ്റാബേസിനെ ഒന്ന് കാണുന്നത്. അപ്പൊ ഇതിലില്ലാത്ത ഒരു പേര് വെച്ചിട്ട് വേണം നമ്മൾ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പൊ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന ക്വറിയാണ് നെക്സ്റ്റ് പറയുന്നത്. ക്രിയേറ്റ് കൊടുക്കുക, ക്രിയേറ്റ് ഡേറ്റാബേസ്, ഡേറ്റാബേസിന്റെ ഒരു പേര് നമുക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. അപ്പം ഞാൻ സെപ്റ്റംബർ എന്നാ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. സെപ്റ്റംബർ, ക്രിയേറ്റ് ഡേറ്റാബേസ് സെപ്റ്റംബർ എന്ന് കൊടുത്തു. ഓക്കെ. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോഴേക്കും ക്വറി ഓക്കെ എന്ന് വരുവാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. കണ്ടോ, ക്വറി ഓക്കെ 1 റോ എഫക്ട്. അപ്പം ഒരു റോയിൽ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഒന്നും കൂടി ഞാൻ ആ ഡേറ്റാബേസിന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് വിചാരിക്കുക. ക്രിയേറ്റ് ഡേറ്റാബേസ് സെപ്റ്റംബറിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പൊ അതേ നമുക്ക് അവിടെ ഒരു എറർ വന്നു. കാര്യം എന്താ, കാൺ ക്രിയേറ്റ് ഡേറ്റാബേസ് സെപ്റ്റംബർ, ഡേറ്റാബേസ് എക്സിസ്റ്റ്. സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ഒന്നും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ, അത് ഓൾറെഡി എക്സിസ്റ്റ് ആണെന്നാണ് കാണിക്കുന്നത്. സോ ഒരു പ്രാവശ്യം ക്രിയേറ്റ് ചെയ്തതിന് നമുക്ക് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഡേറ്റാബേസ് സക്സസ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ വീണ്ടും ഷോ ഡേറ്റാബേസസ് കൊടുത്ത് നോക്കുവാണ്. ഷോ ഡേറ്റാബേസസ് കൊടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് അവിടെ ക്രിയേറ്റ് ആയതായിട്ട്. കണ്ടോ? അപ്പൊ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും ഇപ്പൊ നമുക്ക് റിട്ടേൺ ചെയ്ത് കിട്ടുന്നത് ഡേറ്റാബേസസ്. അപ്പൊ നിങ്ങൾക്ക് കാണാം സെപ്റ്റംബർ എന്ന് പറഞ്ഞ ഡേറ്റാബേസ് ഞാനിപ്പോ ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ. ഡേറ്റാബേസ് ഷോ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇന്ന് ഡേറ്റാബേസ് ക്രിയേഷനും ഡിലീറ്റും നോക്കാം. അപ്പൊ നിങ്ങളിത് ചെയ്യാം. ഒരു ഡേറ്റാബേസ് ഷോ ചെയ്യുക, then അത് ക്രിയേറ്റ് ചെയ്യുക.
കംപ്ലീറ്റ് ഓക്കെ ആണോ? ഓക്കെ. ദെൻ ഓക്കെ. നമ്മളിനി ഈ ഒരു ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്യുവാന്ന് വിചാരിക്കുക. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ഡ്രോപ്പ്. ഡ്രോപ്പ് എന്ന് പറയുന്ന കമാൻഡാണ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്റെ ഈ ഡേറ്റാബേസിന്റെ കൂട്ടത്തില് എനിക്ക് ആദ്യത്തെ കോളേജ് ഡി പി എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് ഡിലീറ്റ് ചെയ്ത് കളയണം. സോ ഞാൻ ഡ്രോപ്പ് യൂസ് ചെയ്യുവാണ്. ഡ്രോപ്പ് ഡേറ്റാബേസ്, ഡേറ്റാബേസിന്റെ പേര് കോളേജ് ഡി ബി എന്ന് പറയുന്ന ഡേറ്റാബേസ് ആണ് ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ കോളേജ് ഡി ബി എന്ന് കൊടുക്കും. അപ്പൊ ക്വറി ഓക്കെ ആണെങ്കിൽ ആ ഡേറ്റാബേസ് പോയിട്ടുണ്ടെന്നാണ് അർത്ഥം. അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാം. ഷോ ഡേറ്റാബേസ് കൊടുത്ത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്ത കോളേജ് ഡേറ്റാബേസ് ഇവിടുന്ന് പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെയാണ് ഡേറ്റാബേസിനെ ക്രിയേറ്റ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. അപ്പൊ ക്രിയേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഡേറ്റാബേസിന്റെ കാര്യമായതുകൊണ്ട് ഞാൻ ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതും കൂടി ചെയ്ത് നോക്കാം. ദെൻ ഹസ്ന സ്ക്രീൻ ഷെയർ ചെയ്ത് പ്രൊജക്റ്റ് ഒന്ന് പറയാം. ഓക്കെ. ഡ്രോപ്പ് ഡേറ്റാബേസ് നെയിമാണ്. ഹസ്ന കഴിഞ്ഞ് ദേവപ്രയ. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഹസ്ന ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്യണേ. കോഡിൽ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഫ്രണ്ട് എൻഡ് ആദ്യം ഒന്ന് കാണിക്കുക, വെബ്സൈറ്റ് എന്താണെന്ന് പറയാ, എന്നിട്ട് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ആഡ് ചെയ്തത് കൂടി ഒന്ന് പറയാം. ഓക്കെ.
ചെയ്തുവെങ്കിലും അത് തന്നെ ചെയ്യാനായിട്ട് നോക്കുക. കറക്റ്റ് ചാറ്റ് ജി പി ടി തരുന്ന കോഡ് മാത്രം യൂസ് ചെയ്യരുത്. അതിലേക്ക് നമുക്ക് സ്വന്തം എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് വെച്ചിട്ട് നമുക്ക് എന്ത് പ്രൊജക്റ്റ് ആണോ നമ്മുടെ രീതിയിൽ മാറ്റാൻ പറ്റുന്നത് ആ ഒരു രീതിയിലേക്ക് മാറ്റുക. ഓക്കെ. ഹസ്ന ഹസ്ന ചെയ്ത പ്രൊജക്റ്റ് ഓക്കെ ആയിട്ടില്ല. ജസ്റ്റ് ഒരു വെബ് പേജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അത് തന്നെ ചെയ്തതാണ്. ഓക്കെ, വെരി ഗുഡ്. പക്ഷെ കുറച്ച് കാര്യങ്ങളും കൂടി റെഫർ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവരൊക്കെ നല്ലൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത് അത്യാവശ്യം എല്ലാവരുടെയും നല്ലൊരു ടെംപ്ലേറ്റ് ആയിരുന്നു. അസ്ഞയുടെയും കൊള്ളാം, പക്ഷെ കുറച്ചും കൂടി കണ്ടൻസ്. ഓക്കെ, ബാക്കി ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് പേഴ്സണലി അയച്ചിട്ടാൽ മതി. ഗ്രൂപ്പിലിടുക. ഓക്കെ. പിന്നെ നിങ്ങൾ ഈ ഒരു ഡേറ്റാബേസ് ഒരു രണ്ടെണ്ണമൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് നോക്കുക. അത്രയും ചെയ്താൽ മതി. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് അത് എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും നോക്കാം. പിന്നെ മൈ എസ് ക്യു എൽ നമുക്ക് അധികം ഒന്നും പഠിക്കാനില്ല. ബേസിക് കാര്യങ്ങൾ നമ്മളെല്ലാം പഠിക്കും. ഒരു ഡേറ്റാബേസ് എങ്ങനെ മാനേജ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കും. ഓക്കെ. അപ്പൊ എങ്ങനെ പോയാലും ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഒരു 2 ദിവസം കൂടി കാണും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവും. ആ, അല്ല അല്ല, ഞാനിപ്പോ HTML CSS പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ തന്ന പ്രൊജക്റ്റ് ആണ് ഇത്. ഇനി നിങ്ങൾ ബാക്ക് എൻഡ് പഠിച്ചു കഴിയുമ്പോൾ ജാങ്കോ ഫ്രെയിംവർക്ക് ആയിരിക്കുമല്ലോ. അപ്പൊ അത് പഠിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ട്രെയിനർ നിങ്ങൾക്ക് വേറൊരു പ്രൊജക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ ആ പ്രൊജക്റ്റ് നിങ്ങൾ വേറെ ചെയ്താൽ മതി. അത് നിങ്ങൾ ബാക്ക് എൻഡ് ആയിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. ഇതിപ്പോ നിങ്ങൾ ഫ്രണ്ട് എൻഡ് അല്ലേ ഫോക്കസ് ചെയ്തത്, അത് ബാക്ക് എൻഡ് ആയിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. ഫ്രണ്ട് എൻഡും വേണമല്ലോ, എങ്കിലല്ലേ നമുക്കത് ഫുൾ സ്റ്റാക്ക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ പ്രൊജക്റ്റ് ആയിരിക്കും തരുന്നത്. അപ്പൊ നിങ്ങൾ വേറെ പ്രൊജക്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ അത് പ്രൊജക്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പ്ലസ് ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് ബാക്ക് എൻഡും കൂടി നിങ്ങൾ അത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബാക്ക് എൻഡിന്റെ ഐഡിയ കിട്ടുമല്ലോ. സോ ബാക്ക് എൻഡും കൂടി ചെയ്ത് ഈ ഒരു പ്രൊജക്റ്റും ബാക്ക് എൻഡ് ആക്കും. അങ്ങനെ 2 പ്രൊജക്റ്റ് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കാം.